ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം. മതേതര കൺട്രിയാണ് ഇന്ത്യ. ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങള് ഒരു ബിൽഡിങ്ങിനകത്ത് സൗണ്ട് പ്രൂഫ് ചെയ്ത് പുറത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ പലരും പല രീതിയിലൊക്കെ ഞങ്ങൾ അങ്ങനെ യാതൊരു പ്രകടനങ്ങളും കാണിക്കുന്നില്ല. സൗണ്ട് പ്രൂഫ് വെച്ച് അതിനകത്ത് ഞങ്ങൾ ആരാധിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ തള്ളുകയാണ് പാസ്റ്റർ ബിനോ വാഴമുട്ടം. പോലീസ് തിരയുന്നതിനിടെ FBയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ പങ്കുവച്ചു. ജീവനക്കാരെ പഴിചാരുകയാണ് പാസ്റ്റർ ബിനോ. നാളിതുവരെ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ നിരവധി അമ്മമാർ അപ്പന്മാർ ഒക്കെ അവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഉണ്ടായ വിവാദം ഇത് നിയമപാലകരുടെ മുൻപിലാണ്, നിയമത്തിൻ്റെ മുൻപിലാണ്. അതിന് നിമഗ്നനായുള്ള ആളുകൾ അതിന് കൃത്യമായ മറുപടികൾ തന്നുകൊള്ളും. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷകൾ തന്നെ അവർക്ക് ലഭിക്കും. അവിടെ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളെയാണ് നമ്മൾ അവിടെ സ്റ്റാഫായി വെക്കുന്നത്. അവിടുത്തെ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, PRO അങ്ങനെ തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂ ബോർഡ് അവരെ സെലക്ട് ചെയ്യുന്നു. അവർ ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നു എന്നതാണ് നമ്മുടെ വിചാരം. ഞങ്ങൾ അവിടെ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുന്ന സമയത്ത് ഏറ്റവും മാന്യമായി ഏറ്റവും വൃത്തിയായി അവർ കാര്യങ്ങൾ ചെയ്യുന്നു. നിയമപരമായ കാര്യങ്ങൾ ആ തരത്തിൽ പുരോഗമിക്കുമെന്ന് പറയുന്ന ആൾ പോലീസിന് പിടികൊടുക്കാതെ ഒളിയിൽ താമസിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല മുൻ ജീവനക്കാരടക്കം ബിനു വാഴമുട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അതിലടക്കം പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം, ഇതൊരു വാർദ്ധക്യ സദനമാണ്. അവിടെ എങ്ങനെയാണ് കുട്ടികൾ വന്നത് എന്നതാണ്. അപ്പോൾ നിയമപരമല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും കാലം പുറത്തു വരാതിരുന്നത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അത്ഭുതം. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടോ? വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണല്ലോ ഈ എലോക്യം ആയി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും. മാധു, ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് രാവിലെ ഇവിടെ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും BJP പ്രവർത്തകരും എത്തിയിരുന്നു. പ്രധാനമായും ഇവിടെ ഒരു പ്രാർത്ഥനാലയം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നിലപാട്. അതിനെ തുടർന്ന് പോലീസും ഇവിടേക്ക് എത്തി. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതിനായിട്ടുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം ഒരുക്കിത്തരണം എന്നുള്ളതാണ്. ഈ പോലീസും ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ ഹാളിൻ്റെ ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ എത്തിയവരെ പോലീസ് കടത്തിവിടുന്നില്ല. കാരണം ഇതിൻ്റെ എതിർവശത്ത് ഈ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരു കൂട്ടരെയും അവരുടെ മധ്യത്തിൽ ഇപ്പോൾ പോലീസ് നിൽക്കുന്നത്. അല്പസമയം മുമ്പ് FBയിലൂടെ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ ഒരു വിശദീകരണം വന്നിരുന്നു. പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു FB പോസ്റ്റായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്നേഹത്തുള്ളൽ ഓൾഡ് ഏജ് ഹോമിലാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് 2 കുട്ടികൾ ഇരയായത്. 17 വയസ്സും 15 വയസ്സുമുള്ള 2 കുട്ടികൾക്ക് ക്രൂരമർദ്ദനം ഏറ്റത്. അക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണത്തിലേക്ക് പാസ്റ്റർ ബിനു വാഴമുട്ടം പോകുന്നില്ല. മറ്റ് കാര്യങ്ങളിലേക്കൊക്കെയാണ് ബിനു വാഴമുട്ടം പോകുന്നത്. തൻ്റെ ജീവനക്കാരെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു FB പോസ്റ്റ് എന്ന് തന്നെ പറയാം. അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കുറ്റം ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. അതേസമയം തന്നെ തങ്ങൾ അഭിമുഖമൊക്കെ നടത്തിയാണ് ജീവനക്കാരെ അവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ അതേ ജോലിക്കാർ തന്നെയാണ് ഈ 17ഉം 15ഉം വയസ്സുള്ള കുട്ടികളെ അതിക്രൂരമായി മർദ്ദിച്ചത്. അതിൽ 3 പ്രതികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇലവന്തിട്ട പോലീസാണ് ഈ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. അവിടുത്തെ മാനേജർ, പാചകക്കാരൻ, ഓഫീസ് സ്റ്റാഫ് അങ്ങനെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ റിമാൻഡിലാണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലാണ് ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ഇരു വിഭാഗങ്ങളായി തിരിഞ്ഞ് ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് പരമാവധി സംയമനം പാലിക്കണമെന്ന് ഇരു കൂട്ടരോടും പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇവിടെ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരും BJP പ്രവർത്തകരും, മറുഭാഗത്ത് ഈ പ്രാർത്ഥന നടത്താനായി എത്തിയ ബിനു വാഴമുട്ടത്തിൻ്റെ ആളുകളുമാണ് ഉള്ളത്. ഈ പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഈ പ്രാർത്ഥന നടത്താൻ എത്തിയവർ അവർ ഈ ഹാളിലേക്ക് പോകുന്നതിനെ ഈ പോലീസ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇവിടെ ഈ ഗ്ലോബൽ എലോഷിപ്പ് സെന്റർ പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള അത് നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് നൽകിയത്. അതിനകത്ത് നിന്ന് ഈ കെട്ടിട ഉടമ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൽ നിന്നും ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ സെന്റർ
അതിന്റെ പ്രവർത്തനം മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കെട്ടിട ഉടമയും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോ ഈ ഞായറാഴ്ചയാണല്ലോ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്ന ആളുകളാണ് ഈ പ്രതിരോധം തീർക്കുന്നത്. അവിടെ ആ കെട്ടിടം ഒഴിയണം എന്ന് പറയുമ്പോൾ അതവരുടെ പ്രാർത്ഥനാ ഇടം കൂടിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. മാത്രമല്ല പഞ്ചായത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ പ്രവീൺ. അതെ, പാസ്റ്റർ ബിനു വാഴമുട്ടം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വർഷങ്ങളായി തന്നോട് ഈ ഓമലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വ്യക്തിവൈരാഗ്യമുണ്ട് എന്നുള്ളതാണ്. അതിന് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം ഒരു കാര്യത്തിൽ വിശദീകരണം നൽകുന്നത് തനിക്ക് സ്വന്തമായി 2 ഏക്കർ ഭൂമി ഓമലൂർ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അവിടെ ഇത്തരം ഒരു പ്രാർത്ഥനാലയം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണത്തിന് അനുമതി ചോദിച്ചപ്പോൾ അത് ഓമലൂർ ഗ്രാമപഞ്ചായത്ത് നൽകുന്നില്ല എന്ന ഒരു ആരോപണമാണ് പാസ്റ്റർ ബിനു വാഴമുട്ടം നൽകുന്നത്. അങ്ങനെ ഇത് ഓമലൂർ ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ പാസ്റ്റർ ബിനു വാഴമുട്ടവും തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകുന്നു. ഈ 2 സ്ഥാപനങ്ങളും 2 പഞ്ചായത്തുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രക്ഷോഭം നടക്കുന്ന സ്ഥലം എന്നുള്ളത് ഓമലൂർ ഗ്രാമപഞ്ചായത്താണ്. അവിടെയാണ് എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന പ്രാർത്ഥനാലയം ഉള്ളത്. പക്ഷേ അതേസമയം വൃദ്ധസദനം എന്നുള്ളത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലാണ്. ഇത് രണ്ടും തമ്മിൽ 7-8 കിലോമീറ്ററിന്റെ ദൂരവ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സമരക്കാർ പറയുന്നത് ഇവിടേക്കാണ് ആദ്യം ആളുകൾ എത്തുന്നത്. അതായത് ഓമലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രാർത്ഥനാലയത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. അതിനുശേഷം സാമ്പത്തിക പരാധീനത ഉള്ള ആളുകളെ അവരുടെ കുടുംബങ്ങളെ പരിചയപ്പെടുകയും അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ജോലിയും പഠനവും ഒക്കെ വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ അവരെ ഈ വൃദ്ധസദനത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലും BJPയും ആരോപിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ പ്രാർത്ഥന നടത്താൻ വന്നവർ പറയുന്നത് തങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട്, അതിനെ തടയാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം തന്നെ പോലീസും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പരമാവധി ഈ സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതേസമയം തന്നെ ഈ വിശ്വാസികൾ പറയുന്നത് അവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യം ദൈവത്തെ ആരാധിക്കണം, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം, ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം. മാധു, വനിതാ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഈ പ്രാർത്ഥന നടത്താൻ എത്തിയവരിൽ ബഹുഭൂരിപക്ഷവും വനിതകളാണ്. അതുകൊണ്ട് വനിതാ പോലീസും ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. അതേസമയം ഇതിന്റെ എതിർഭാഗത്ത് ഈ ആക്ഷൻ കൗൺസിലും BJP പ്രവർത്തകരുമുണ്ട്. ഒരു സംഘർഷം പരമാവധി ഒഴിവാക്കാൻ ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യം തടയരുത് എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ഉടമസ്ഥയിൽ നടത്തുന്ന വൃദ്ധസദനത്തിലാണ് കുട്ടികൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന്റെ ഒരു പ്രതിഷേധമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. അവർ പറയുന്നത് ഒരു രീതിയിലും ഇത്തരത്തിൽ ഒരു ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററും അത് പ്രവർത്തിപ്പിക്കാൻ ഇവിടെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പ്രാർത്ഥനയ്ക്കായ ആളുകളെ ഇവിടേക്ക് എത്തിക്കുകയും പിന്നീട് അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വാഗ്ദാനവും ഒക്കെ നൽകി കുട്ടികളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൃദ്ധസദനത്തിനാണ് സാമൂഹ്യനീതി വകുപ്പ് അനുമതി നൽകിയിട്ടുള്ളത്. അതായത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ വൃദ്ധസദനത്തിന് സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയുണ്ട്. പക്ഷേ അവിടെ കുട്ടികളെ പാർപ്പിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. നമുക്കറിയാം വൃദ്ധസദനത്തിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള നിയമാവലികളുണ്ട്. ആ നിയമങ്ങളെ മറികടന്നുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അവിടെ താമസിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അവിടെ വെച്ചാണ് ഈ കുട്ടികൾക്ക് ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അങ്ങനെയാണ് പോലീസിലേക്ക് പരാതി പോവുകയും കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ ആദ്യമായി ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. 17 വയസ്സുകാരൻ പറയുന്നുണ്ട് തനിക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ വൃദ്ധസദനത്തിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന്. മോഷണ കുറ്റം ചുമത്തി വായിൽ തുണിയൊക്കെ തിരികെയാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് ഈ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 15 വയസ്സുകാരനെ മർദ്ദിച്ച ആ കേസിലും ഈ പ്രതികൾക്കെതിരെ ഇലവന്തിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇന്നലെ അഭയകേന്ദ്രവും ഇവരുടെ ആരാധനാലയവും ഒരൊറ്റ കെട്ടിടം തന്നെയാണോ? ഒരൊറ്റ കെട്ടിടം തന്നെയാണോ? അല്ല മാധു, അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇത് 2 കെട്ടിടങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നാം ഈ കാണുന്ന പ്രക്ഷോഭം നടക്കുന്നത് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ
എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന പ്രാർത്ഥനാലയത്തിന് മുന്നിലാണ്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ്. ഇത് വാടകയ്ക്കാണ് പാസ്റ്റർ ബിനോ വാഴമുട്ടം എടുത്ത് ഇവിടെ ഒരു പ്രാർത്ഥനാലയം നടത്തുന്നത്. അതേസമയം ഇതിന്റെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള സ്നേഹത്തണൽ എന്ന വൃദ്ധസദനം അത് മറ്റൊരു ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ കുട്ടികൾക്ക് ക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്, മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 17-15 വയസ്സുള്ള കുട്ടികൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ വെച്ചാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും നടത്തിപ്പുകാരൻ പാസ്റ്റർ ബിനോ വാഴമുട്ടം തന്നെയാണ്. ഈ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആ പ്രതികൾ ഈ വൃദ്ധസദനത്തിലെ ജീവനക്കാരാണ്. ഒരാൾ മാനേജർ, ഒരാൾ പാചകക്കാരൻ, മറ്റൊരാൾ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയവർ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നീതി വേണം, ഞങ്ങൾക്ക് നീതി വേണം. 15 വർഷം കൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന സഭയാണ്. 15 വർഷം കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ ക്രിമിനൽ എന്തോ സ്ഥാപനം പിന്നെ എന്താണ് കാര്യം? എന്താണ് ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങൾ 15 വർഷം കൊണ്ട് വന്നത് ഞങ്ങൾക്ക് ആരാധിക്കണം, വേറെ ഒന്നും വേണ്ട. മധു, ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയവർ പറയുന്നത് തങ്ങൾക്ക് പ്രാർത്ഥന നടത്താനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ നേരത്തെ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് 2 പഞ്ചായത്തുകളിലായിട്ടാണ് ഈ ഒരു സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് ഓമനൂർ ഗ്രാമപഞ്ചായത്തിലും ഒന്ന് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലും. ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹത്തിന്റെ വൃദ്ധസദനത്തിൽ വെച്ചാണ് 17-15 വയസ്സുള്ള കുട്ടികൾക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആ കുട്ടികൾ ആദ്യം എത്തിയത് ഈ പ്രാർത്ഥനാലയത്തിലേക്കായിരുന്നു. മാതാപിതാക്കൾ ആദ്യം എത്തിച്ചത് ഓമനൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രാർത്ഥനാലയത്തിലേക്കായിരുന്നു. തുടർന്നാണ് ഇവിടെ നിന്നും അവരെ വൃദ്ധസദനത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ ഈ വൃദ്ധസദനത്തിന് സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതി ഉണ്ടെങ്കിലും ആ കുട്ടികളെ അവിടെ പാർപ്പിക്കുന്നതിനുള്ള അനുമതിയില്ല. അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് ഈ 17-15 വയസ്സുള്ള കുട്ടികളെ ഈ ഒരു വൃദ്ധസദനത്തിൽ പാർപ്പിച്ചത്. അവിടെ വെച്ചാണ് ഈ കുട്ടികൾക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സമരക്കാർ പറയുന്നത് ബിനോ വാഴമുട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന്. കാരണം ഇതിന്റെ നടത്തിപ്പുകാരൻ ബിനോ വാഴമുട്ടമാണ്. പക്ഷേ ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് 3 ജീവനക്കാർ മാത്രമാണ്. ഒന്ന് അവിടുത്തെ മാനേജർ, മറ്റൊന്ന് ഒരാൾ കുക്ക്, ഒരാൾ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ്. ഈ 3 പേരെ പ്രതികളാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും 3 പ്രതികൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പാസ്റ്റർ ബിനോ വാഴമുട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാൻ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ഒരു സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ സമരക്കാരുമുണ്ട്, അതേസമയം തന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിയവരുമുണ്ട്. 2 കൂട്ടരുടെയും നടുവിൽ പോലീസുണ്ട്, വനിതാ പോലീസുമുണ്ട്. ഈ വനിതാ പോലീസ് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ എല്ലാവരോടും പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ